ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് വൈകി കുറച്ചായി ക്ഷമിക്കണം. ഹലോ ഹായ്, ഹായ് ഫ്രണ്ട്സ്. സമയം ഒരുപാട് വൈകി. മാരിയപ്പൻ, വിഷ്ണു ഹായ്, മുരളി വിഷ്ണു ഹായ്, ഫൈസൽ ഹായ്, മുരളി കൃഷ്ണൻ ഗുഡ് ആഫ്റ്റർനൂൺ. വിഷ്ണു ഹായ് ഹായ്, ശേഖർ ഹായ് ഹായ്, കൃഷ്ണമൂർത്തി ഹായ്. സുഖമല്ല എല്ലാവർക്കും? ഞാൻ ഒന്ന് കുറച്ച് വൈകിട്ടോ. എന്താ ഇങ്ങനെ ചുട്ടിക്കുട്ടിയ മാതിരി ഭഗവാനെ, അല്ലാത്തൊരു ചതി. കാശു കല്ലൂർ, കൃഷ്ണമൂർത്തി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം കുളി കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ചെറിയ സങ്കടം. സാരി ഉടുക്കാന്ന് വിചാരിച്ചാൽ അതിൻ്റെ ബ്ലൗസ് എവിടെയോ കാണാനില്ല. കുറേ തപ്പി, വീട് മുഴുവനും തപ്പി. അപ്പം ഞാൻ ചുരിദാർ ഇട്ടിട്ട് വന്നു. പോയി എന്നാ തോന്നുന്നത്. വിഘ്നേഷ് ഹായ്, കേശവൻ കഴിച്ചു കേട്ടാ. കനകരാജ് ഹായ്, ഹരിത ഹായ്, ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. രാധേട്ടാ ഹായ്. സുഖമല്ലേ രാധേട്ടാ? ഭക്ഷണം കഴിച്ചേട്ടാ? മുരുകൻ ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. മോൻ വന്നോ? ഹാപ്പി ഹോളി. രമേശ് ഗുഡ് ആഫ്റ്റർനൂൺ ഹായ്, വെൽക്കം ഡിയർ ഗസ്റ്റ്. ശ്രീ ഹായ്. പിന്നെ സുഖമാണ് രാജ് തുറൈ. രമേശ് ഹായ് ഡിയർ ഹായ്. അരുൺ അണ്ണാമലൈ ഹലോ മാം சொல்லுங்க. മുരളി കൃഷ്ണ പള്ളിസ്വാമി ഗുഡ് ഡ്രസ്. താങ്ക് യു. ബ്ലാക്കാണിത്. അതിന് മേച്ച ബ്ലാക്ക് ആയിട്ടുള്ള കമ്മലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ കുളിയൊക്കെ കഴിഞ്ഞത്. സാരി ഉടുക്കാന്ന് വിചാരിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞില്ലേ. സ്ലൈഡ് കുത്തി ശരിയായിട്ടില്ല. കാലാവസ്ഥ നല്ല ചൂടാണ്. അതെ, എന്താ ചെയ്യാ. താങ്ക് യു സൂപ്പറൊക്കെ. താങ്ക് യു ആനന്ദ് സെൽവം ഹായ് ഫ്രണ്ട്സ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സുരേഷ് ഹായ്. ഹലോ എന്താണൊന്നും മിണ്ടാത്തത്? സദാശിവം ഹായ്. മുരളി ഹായ്. അനുക്കുട്ടി, നരസിംഹം, കാർത്തി ലവ് യു. വിജയേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമല്ലേ? ഇന്ന് കുറച്ച് വൈകി കേട്ടാ. എത്രയും നേരം കാത്തിരുന്നു, കണ്ണു കഴിച്ചു. ഏട്ടാ അതല്ല ഏട്ടാ, ഞാൻ സാരി ഉടുക്കാന്ന് വിചാരിച്ചാ അതിൻ്റെ ബ്ലൗസും മിസ്സിങ്. കുറേ തേടി നോക്കി, വീട് മുഴുവനും വലിച്ചു പെറുക്കി. ഇനി ചേട്ടാ കിട്ടിയില്ല. പോയി എന്നാ തോന്നുന്നത്. വല്ലാത്ത സങ്കടം. കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു ബ്ലൗസിന് 350 രൂപയാണ് കേട്ടോ.
ഇനി ആ സാരിക്ക് ബ്ലൗസ് എങ്ങനെ എടുക്കാൻ പറ്റും? അതേ മാച്ചായിട്ടുള്ള ബ്ലൗസ് ഇല്ല. വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. ഞാൻ ലൈവിൽ വരില്ല എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. പിന്നെയും വന്നു. ഹലോ, ഭയങ്കര നെഞ്ചൊക്കെ വേദനിക്കണം. ബ്ലൗസ് നഷ്ടമായി അതിന്. ആകെ മൂഡ് ഓഫായി. റീൽസ് ഒന്നും ചെയ്തില്ല, ടെൻഷനായിട്ടു. നല്ല ഫുഡ് കഴിച്ചു. സെൽവരാജ് ഹായ് ഡിയർ. ഹായ്, താങ്ക് യു. സുരേഷ് ശിവരാജ് കഴിച്ചോ? കഴിച്ചു കേട്ടാ. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. നേരത്തെ പോട്ടെ, എന്ത് ചെയ്യാനാ. പ്രഭാകരൻ ഗുഡ് ഈവനിങ്. കൃഷ്ണമൂർത്തി സോറി ഡോണ്ട് വെരി. സദാശിവം മണിയിട്ട് സ്കൂളിൽ പോയി കാണും. ഏഴുമലൈ ഹലോ സുന്ദർ ഗുഡ് ഈവനിങ്. ഉദയകുമാർ രാജേഷ് ഹായ്. ഇയാളോട് മിണ്ടിയിട്ടും കാര്യമില്ല. ഇയാൾ വേണ്ടപ്പെട്ടവർ മാത്രമേ ഇയാൾ സംസാരിക്കും. അരുണേട്ടാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഏട്ടൻ എന്തെങ്കിലും ചോദിക്കാം, അവര് ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അവരുടെ അടുത്ത് ആൻസർ പറയുന്നത്. രാജേഷ് ഏട്ടാ ഹായ് പറയുന്നു. ഏലുമലൈ സൂപ്പർ, താങ്ക് യു. സഞ്ജീവ് ഹായ്. ഒരെണ്ണം ഞാൻ എടുത്തു തരാം, സങ്കടം വേണ്ട. പ്രവീലേട്ടൻ പ്രദീപ് ഞാൻ തേച്ച് എടുത്ത് വരുമ്പോഴേക്കും 350 രൂപയാണ് കേട്ടോ കൊടുക്കുക. അതും ഇനി അടുത്തൊരു സാരി അതിന് മാച്ചായിട്ടുള്ള ജാക്കറ്റ് ഒന്നും കിട്ടില്ല. കാര്യമില്ല. ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. കൃഷ്ണമൂർത്തി വാട്ട് സ്പെഷ്യൽ ഡിന്നർ ടുഡേ? സാപ്പാട്. സുരേഷ് ഗുഡ് ഈവനിങ്. മുടിയൊന്നും ചീവിയിട്ടില്ല, ചുമ്മാ വെറുതെ ഇങ്ങനെ വന്നിരിക്കുക. ദേഷ്യം വന്നോട്ട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പറയും. അതെ കേട്ടാ പോയതിനെ കുറിച്ച്. എന്നാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറിയാതൊക്കെ ഞാൻ. അയ്യോ. സുരേഷ് ഏലുമലൈ ഹായ് ഡാർലി. രാമസ്വാമി പോട്ടെ, സാരില്ല. എന്നാലും എന്നെ കൊണ്ട് അത് മാറ്റാനേ കഴിയുന്നില്ല. മഞ്ജു രാമസ്വാമി ഗുഡ് ഈവനിങ്. ഞാൻ അത്ര മെസ്സേജ് അയച്ചു, ഒരെണ്ണത്തിനും പോലും മറുപടി കിട്ടിയില്ല. ഞാൻ ഇവിടെ കണ്ടില്ല ഏട്ടാ. കണ്ടാൽ ഞാൻ മറുപടി തരും കേട്ടാ. അരുണേട്ടാ ഭക്ഷണം കഴിച്ചോ? എവിടെ നല്ല ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്? സൂപ്പർ രാമസ്വാമി ഗുഡ് ഈവനിങ്. ബസ് കട എത്ര ഉണ്ട്? ജംഷീലേട്ടാ ഒന്ന് പോവുകയായിട്ടായിരിക്കും. ആകെ ആഗ്രഹത്തിരിക്കുകയാണ്. സുരേഷ് പ്ലീസ് ആൻഡ് Arun, are you married? Yes. രാമസ്വാമി ഗുഡ് ഈവനിങ്. മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടുന്നു. ഒന്നും ഉണങ്ങിയിട്ടില്ല ഏട്ടാ, അവിടെ കിടക്കട്ടെ. ഇടയ്ക്ക് എവിടെ പോകുന്നു? എവിടെയും പോകുന്നില്ല ഏട്ടാ. മഴയുണ്ടോ നാട്ടിൽ? ഇല്ല. പിന്നെ ചേട്ടാ ഇല്ല. ഗുഡ് ഈവനിങ് പ്ലേസ്. രാമസ്വാമി ഗുഡ് ഈവനിങ്. ജയേട്ടാ നമസ്കാരം, സുഖല്ലേ? സുരേഷ് പ്ലീസ്. എന്ത് ചെയ്യാനാ. പണ്ട് സ്കൂളിൽ പരീക്ഷ എഴുതിയില്ല, അത് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്ത് ചെയ്യാനാ. എനിക്ക് ആകെ സങ്കടം കേട്ടോ. ഭയങ്കര വിഷമാണ്, ടെൻഷനായി. ശരിയാകും അല്ലേ? ഞാൻ പോകുന്നു, ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ ഏട്ടാ. കൊച്ചാവൻ എന്നാണോ? കൊച്ചാവൻ പ്ലീസ്. സുരേഷ് രാജു ഹായ് ഗുഡ് ഈവനിങ്. ഫുഡ് കഴിച്ചു ഏട്ടാ, കഴിച്ചു. ആകെ സങ്കടത്തിലാണ് ഏട്ടാ. അന്ന് സാരി എടുക്കാന്ന് വിചാരിച്ചു, നടന്നില്ല. ദൂഷ് സുന്ദരിയാണല്ലോ ബിജു ഏട്ടാ, താങ്ക് യു ഏട്ടാ. ടീച്ചർ എവിടെ? ടീച്ചറിന്റെ വീട്ടിലുണ്ടോ? നമുക്കൊരു മറുപടിയും തന്നൂടെ? അഷ്റഫ് ഏട്ടാ പറയേട്ടാ. സുരേഷ് ഏലുമലൈ സുഖല്ലേ? അഷ്റഫ് ഏട്ടന് പളനിസ്വാമി പ്രസാദമുത്ത് എവിടെ ഇപ്പോൾ? വീട്ടിലാണ്. സെൽവരാജ് രാമസ്വാമി സെൽവം ഗുഡ് ഈവനിങ്. ഞാൻ ഖത്തറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓ അരുണേട്ടൻ, അപ്പോൾ നാട്ടിലെവിടെയാണ് ഏട്ടാ?
സാജൻ ഗുഡ് എന്നെ പറഞ്ഞു വർക്ക് ചെയ്യുന്നു. ഓക്കെ. രാമസ്വാമി ഗുഡ് ഈവനിങ്. പളനിസ്വാമി ജയേട്ട സുരീഷ് ഗുഡ് ജോബ്. അഷ്റഫേട്ട സുഖമാണ് അല്ലേ? എവിടെ നിന്നാണ്? സ്ഥലം എവിടെയാണ് ഏട്ടാ അഷ്റഫേട്ടൻ്റെ? കല്ലുടുമ്പൻ അല്ലേ? കല്ലുടുമ്പൻ എന്നാണോ? അതെവിടെയാണോ സ്ഥലം? ഓയ് പെങ്ങളെ നമസ്കാരം. നമസ്കാരം ശ്രീയേട്ടാ. രാധാകൃഷ്ണൻ നാട്ടില് തിരുവനന്തപുരം. ഓക്കെ. പള്ളികുമാർ ഗുഡ് ആഫ്റ്റർനൂൺ ഡാർലിംഗ്. ഓക്കെ സൂപ്പർ സൂപ്പർ. തമിഴ് മണി ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. വേലുസ്വാമി ഹായ് ഡിയർ ഫ്രണ്ട് ഐ ആം ഫൈൻ. ഐ ലവ് യു അക്ക. ഇന്നെങ്കിലും ഒന്ന് സംസാരിക്കാൻ തോന്നിയല്ലോ ഭാഗ്യം. അയ്യോ ഞാൻ കാണാത്തോണ്ടായിരിക്കും. ഇന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാം, അപ്പം ഞാൻ വായിക്കും. ശരി സൂപ്പർ. താങ്ക് യു പ്രവീൺ ഏട്ടാ. മനോജ് സൂപ്പർ. ഓക്കെ താങ്ക് യു. ബ്യൂട്ടിഫുൾ ഗേൾ. അന്നമ്മ ബിരിയാണി തരാവോ? ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ജോയ് ഏട്ടാ. ഹായ് ഡിയർ ഗുഡ് ആഫ്റ്റർനൂൺ. ഇവനെ എടുത്തു കളയടാ. എന്നിട്ട് അനിത ആ അശ്വന്റെ നമ്പർ വാങ്ങുക. കാരണം അവൻ കടം ചോദിക്കും. അത് പറ്റിയ കേൾക്കും. നമ്പർ വാങ്ങി തന്നാൽ ഞാൻ വിശദമായി പറഞ്ഞു കൊടുക്കാം. ഒരു വെറുതെ ചോദിക്കുകയാണ് സാജനേട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ. മുത്തുമാരി ഗുഡ് ഈവനിങ്. പ്രവീൺ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. നൈസ്. തമിഴ് മണി സൂപ്പറാக இருக்குங்க மேடம். தேங்க்யூ. பேச மாட்டீங்களா? பேசுவேனே. தமிழ் மணி எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? எங்க இருந்து லைவ் பார்த்துட்டு இருக்கிறீங்க? தமிழ்நாட்டில் எங்க இருக்கிறீங்க நீங்க? സുരേഷ് പ്രസാദ് ദാജിയ ലാത്ത് സങ്കടം. പിന്നെ 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 എന്താണ് പാട്ടൊക്കെ ഇതുവരെ ചെയ്യാം. സുരേഷ് വെട്രിവേല് ഇപ്പൊ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ലൈവിലും എല്ലാം കൊണ്ട് അങ്ങനെ കരുന്ന സങ്കടം വന്നിട്ട് ഇനി പോയത് പോയി. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പ്രഭാകരൻ ബാലസുബ്രഹ്മണ്യൻ ഗുഡ് ആഫ്റ്റർനൂൺ. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചാ? സുഖമല്ലേ എല്ലാവർക്കും? ഫ്രണ്ട്സ് സുഖമല്ലേ ഫ്രണ്ട്സേ? கல்வி ஹாய் மணி ஹாய் மேடம். ஹவ் ஆர் யூ? ஃபைன். நீங்கள் எப்படி இருக்கீங்க? நல்லா இருக்கிறீங்களா? குட்டீஸ் எல்லாம் என்ன பண்ணுறாங்க? കുഞ്ഞു വാവ എന്തേടാ ഉറങ്ങുന്നു? ജയേട്ടാ ഭക്ഷണം കഴിച്ചേട്ടാ. ജയേട്ടാ എന്താ സ്പെഷ്യൽ പറയേട്ടാ. സുഭാഷ് ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ. നാഗരാജ് നമ്മുടെ കലാമണി ചേട്ടൻ്റെ ഒരു പാട്ട് പാടുമെന്ന് കേൾക്കട്ടെ. രമേശ് ചേട്ടാ ഇന്ന് ഞാൻ പാട്ട് പാടുന്നത് ഇതിലേ ഇല്ല. എനിക്ക് ഒരു 350 രൂപ നഷ്ടമായിരിക്കണം. അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ്. சாப்பிட்டீங்களா? சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? எப்படி இருக்கிறீங்க? ஊருக்கு போனீங்க அப்புறம் சொல்லுங்க. എന്ത് പോയടാണ് കൂട്ടി. സാരിയുടെ ബ്ലൗസ് നഷ്ടമായി. എനിക്കിപ്പോൾ ലൈവിനോട് താല്പര്യം കുറഞ്ഞു വരുന്നു. കാരണം അറിയില്ല. എന്ത് പറ്റി സാജനേട്ടാ? അങ്ങനെയൊന്നും പറയണ്ടോളെ. ഞാൻ കണ്ടില്ലേ. പറയണ്ട, അങ്ങനെയൊന്നും പറയരുത്. ടീച്ചർ സ്കൂളിൽ പോയിരിക്കാങ്ങപ്പാ. ഓക്കെ സൂപ്പറുங்க. സാപ്പിട്ടീങ്ക പണി. ഗോവിന്ദ് ഹായ്. ഞാൻ എന്ത് ചെയ്യാനാണ് സാജനേട്ടാ? ഞാനും ആകെ സങ്കടത്തിലാണ്. ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നും പറയരുത് സാജനേട്ടാ. ഗോവിന്ദ് ഹായ്. മഹേഷ് മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ ഷാമ്പൂ ഇട്ട് കഴുകിയതാണ്. മുടി എന്തെങ്കിലും കറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ജയേട്ടന് വല്ലതും അറിയാം? മരുഭൂമിയിൽ കിടക്കുന്ന എനിക്കൊരു സ്പെഷ്യൽ ഇല്ലടാ അനുക്കുട്ടി. എന്താ അല്ല അന്ന് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ് ഞണ്ട്
ഇന്നും രണ്ടെന്തെങ്കിലും ഉണ്ടാകുന്നു. മലപ്പുറം എന്താ പറയുന്നത് അഷ്റഫേട്ട? മലപ്പുറം കരുവാരക്കുണ്ട്. മലപ്പുറം അല്ലേ? ഓക്കെ, മലപ്പുറത്ത് നിന്നാണ് അപ്പോൾ അഷ്റഫേട്ടൻ. അനുഭവങ്ങളൊക്കെ എനിക്ക് ഒരു സ്പെഷ്യൽ കുട്ടി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെക്കുക കേട്ടോ, എന്നാലല്ലേ എന്നെ ഫുഡ് സാപ്പിട്ട് സാപ്പാട് തന്നെ. ഹായ് നാസറേട്ടാ, സുഖല്ലേ? ഇന്നലെ എന്താ വന്നില്ല? ബ്യൂട്ടിഫുൾ. ഓക്കെ ലോകേഷ് ഹായ്, സൂപ്പർ. കരി തേച്ചാൽ മതി അനീഷേട്ടൻ. ആ കരിയില്ലേ, സൂപ്പർ. ശശി യെസ്. എന്താ സങ്കടം പറയൂ? ഒന്നുമില്ല ഏട്ടാ, സങ്കടമൊന്നുമില്ല. ചെമ്പ് മുടിയായിക്കൊണ്ട് വരുന്നു. എണ്ണ തേക്കാത്തത് കൊണ്ടാണ്. എന്താ ചെയ്യാ, എണ്ണ തേച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ മുന്നിൽ വന്നൊക്കെ ഇങ്ങനെ ഒരു ഒഴുകിയ മാതിരി ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് പോട്ടെ. ഹായ്, ഞാനൊരു കാര്യം പറയും മഹേഷിട്ട. ബാലസുബ്രഹ്മണ്യൻ, ഞാൻ ഉച്ചയ്ക്ക് വരാറില്ല, ഡ്യൂട്ടി ആയിരിക്കും. അതെ അതെ, ഇന്നലെ രാത്രി വന്നില്ലല്ലോ, അതല്ലേ ഞാൻ ചോദിച്ചത്. പ്രവീണ ടുഡേ ഡ്രസ്സ് நல்லா இருக்குதுன்னு சொல்கிறீங்களா? தேங்க்யூ. ഗഫൂറേട്ട ഹായ്. ഉദയകുമാർ സൂപ്പർമാ താങ്ക് യു. ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലാത്തത്? ഇല്ല അല്ലേ? ശരി, ഞാൻ അങ്ങനെ ആലോചിച്ചു വെള്ളിയാഴ്ചയാണോ ഇനിയിപ്പം കേട്ടോ. നെന്മാറ വേലയ്ക്ക് പോയിരുന്നു. ഇല്ല കേട്ടോ ചേട്ടാ, ഇല്ല. ഇവിടുത്തെ ഞാൻ വേലയ്ക്ക് എവിടെയും പോയിട്ടില്ല, പൂരത്തിന് പോയില്ല, ഒന്നിനും പോയിട്ടില്ല. മൈ ഡിയർ. നെന്മാറ വെടി സൂപ്പർ. അടുത്ത വർഷം ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം എന്തായാലും. ഹായൊക്കെ ഇന്നലെ പുറത്ത് പോയി. പുറത്ത് പോയില്ലേ? ശരി ശരി. അവിടെ എങ്ങനെ ക്ലൈമറ്റ്? തണുപ്പാണോ വെയിലാണോ? കറണ്ട് ഇല്ല മോളെ. കറണ്ട് ഇല്ല അല്ലേ? അഷ്റഫ് അലി നമ്മൾ വിട്ടാൽ നോക്കില്ല. ഓ അഷ്റഫ് അലി ഏട്ടാ, പറയൂ ഏട്ടാ. അപ്പോൾ ഡ്യൂട്ടി ഇല്ല. ഓ ശരി ശരി. സാരി സൂപ്പർ. എവിടെ ഏട്ടാ? സാരി ഉടുത്തില്ല ഏട്ടാ, ചുടിദാറാണ്. എവിടെ ഉള്ളത് ഇപ്പോൾ? ഞാൻ വീട്ടിലാണ്. സാരീൻ്റെ കാര്യം ഇപ്പം ആലോചിച്ചാൽ ഭയങ്കര സങ്കടത്തിലാണ്. നമ്മൾ ഓരോന്ന് ചേർക്കുമ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കണം. മുന്നേ ഹായ് ചെല്ലാം. പിള്ളേർ സ്കൂളിൽ പോയി അനീഷേട്ടാ. ഒരാൾ കിടന്നുറങ്ങുന്നു. സൂപ്പർമാ താങ്ക് യു. പാലക്കാട് ഇല്ല, കോയമ്പത്തൂര്. സൂപ്പർ ഡ്രസ്സാണല്ലോ. താങ്ക് യു ഏട്ടാ. ഞാൻ സാരി കുറിച്ച് ഡെയിലി മധ്യാഹ്നം ഉച്ചയ്ക്ക് ഞാൻ സാരി ഒക്കെ കൊടുക്കാന്ന് വേണ്ടി വന്നാണ്. പക്ഷെ അതിന് നിരാശയായിപ്പോയി, അതുകൊണ്ട് ഞാൻ വിട്ടു. ശരി പോട്ടെ, സാരമില്ല. എന്താണ് പ്രസന്റ് മൈൻഡിലേക്ക് വരാം. അയ്യോ വയ്യ. എവിടെ രാജന് കാണുന്നില്ല? ഇംഗ്ലീഷൊക്കെ പറയുന്ന. ബാങ്കിൽ പോയില്ല, അമ്മയെ കാണാൻ പാലക്കാട് പോകാൻ നേരമില്ല, പിന്നെ നെന്മാറ വേല. ഇന്നലെ പകലിട്ട കമ്മൽ പൊളിച്ചു കേട്ടോ. ഇന്നലെ പകൽ ഏത് കമ്മലിട്ടുണ്ടായത്? നന്നായിട്ടുണ്ടായിരുന്നോ? ശരി കേട്ടാ, വീട്ടിൽ തന്നെ ഉണ്ടാവും, അല്ലാതെ എവിടെ പോകാൻ? പോയി നഷ്ടമായി. ശരി പോട്ടെ. പാലക്കാട് എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണ് അവിടെ. ഇവിടെ ഇന്ന് എത്ര ഡിഗ്രി നോക്കാം. ഞാനിപ്പോൾ കുളിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ചൂട് അനുഭവപ്പെടുന്നില്ല. ഞാൻ ഇപ്പോൾ കുളിച്ച് മുടി ഒന്ന് വെറുതെ കെട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നാണ്. എന്നുവെച്ചാൽ ഇന്ന് ഇട്ടിട്ടില്ല, സൂര്യപ്രകാശത്തിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല. കാര്യമില്ല. വാസു ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ പിന്നെന്താണ് വിശേഷം പറയും? ഞാൻ ലൈവ് വീഡിയോ നോക്കും. ലൈവ് കഴിഞ്ഞ സമയം വന്നാൽ. ഓ ലൈവ് കഴിഞ്ഞ സമയം. ഓക്കെ. തങ്കവേൽ ഹായൊക്കെ ഹായ്. എവിടെ പോയാ ബിനീഷേട്ടൻ? പോയാ? രാധേട്ടൻ വന്നു, ഒന്ന് ഹായ് പറഞ്ഞു പോയി. പിന്നെ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല.
ഏട്ടൻ പോയാ? ആ, മലപ്പുറം ഭയങ്കര ചൂടാണല്ലേ. കേട്ടാ. ഹിം യു ആർ പ്രിൻസസ്. അയ്യോ, പറയൂ കുഞ്ഞിൻ്റെ വിശേഷം. നല്ല വിശേഷം നാസറേട്ടാ. അങ്ങനെ പോന്നു. എന്താ ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്? ഭക്ഷണം കഴിക്കാൻ ആയി? അവിടെ ആയിട്ടുണ്ടാവുമല്ലോ. ഞാൻ പോയിട്ടില്ല. പറയും നാസറേട്ടാ. വീട്ടിൽ AC ഇല്ലേ? ഉണ്ണിക്കുട്ടിട്ട് ഉണ്ട്, AC ഒക്കെ ഉണ്ട്. ഭയങ്കര കറണ്ട് ബില്ല. മാസം നമ്മളിപ്പോൾ ഒരു ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ മാസം ഒരു 3000 രൂപയൊക്കെ കറണ്ട് ബില്ല് വരും. അതുകൊണ്ട് ഞാൻ AC ഇട്ടാലും കൂടെ ഞാൻ AC കിടക്കില്ല കേട്ടോ. അത്രയ്ക്കൊന്നും നല്ല ഞാൻ കുറേ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂടാണെങ്കിൽ ചൂട് തന്നെ ഇരിക്കുള്ളൂ. ഫാന് പോലെ അധികം കറങ്ങുന്നില്ല. ഇന്ന് കുറച്ച് നല്ല സ്പീഡായി കറങ്ങുന്ന പോലെ തോന്നുന്നു. നാട്ട് പ്രഭു 20 ശ്രീലോ. ഏട്ടാ എന്താ കഴിച്ചത് നാസറേട്ടന്ന്? സ്പെഷ്യലായിട്ട് എന്താണ് കഴിച്ചത്? ഹോളി. എല്ലാത്തൊരു സങ്കടമായിപ്പോയി. പിന്നെ എന്താ നഷ്ടമായി എന്ന് പറയുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല രമേശ് ചേട്ടാ, കാര്യമില്ല. കാവ്യ പ്രിയ ഹായ് അക്ക. ഹായ്. ഹലോ, എന്ത് വിശേഷം? ചൂടുണ്ടോ? ചൂടന്നെ ഉള്ളൂ ഗണേശ് ചേട്ടാ. ഇപ്പം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതുകൊണ്ട് കുളിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആകുള്ളൂ. അതുകൊണ്ട് ചൂടറിയുന്നില്ല. നല്ല കുളുകുളുന്നുണ്ട് ഇപ്പോൾ. என்ன பண்றீங்க? ലൈവ് പോട്ടിരിக்கிறீங்க? എന്താ വോയിസിൻ്റെ പോയ? അല്ലാതെ പിന്നെ എങ്ങനെ നഷ്ടപ്പെടുന്നു? അത് സ്റ്റിൽ പോയോ? പോയിട്ടുണ്ടാകും. കാറ്റത്ത് ചിലപ്പോൾ പറന്നു പോയിട്ടുണ്ടാകും. കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ വിയർത്ത് പോകും. അതെ രാജുവേട്ടാ. വൈകിട്ട് വരുമോ? വരും ഏട്ടാ. പ്രവീണേട്ടാ വരും. കറണ്ട് ബില്ല് കെട്ടാൻ പോകുമ്പോൾ നമ്മൾ വയക്കും. അതിനെക്കാട്ടിയും വേർത്ത് എപ്പോഴും ദിവസവും വേർത്തുകൊണ്ടിരുന്നവനും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറയും വിശേഷം. വെരി ഗുഡ്, താങ്ക് യു. நமஸ்காரம் ராஜ். நமஸ்காரம். எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? ஹவ் ஆர் யூ? சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? பிரியா, காவியா பிரியா. ஹார்ட் லஞ்ச். சாப்பிட்டீங்க. ராஜ் சாப்பிட்டீங்களா? ஹார்ட் யுவர் லஞ்ச். ദിവസവും വിളിക്കുന്നതിനേക്കാൾ നല്ലത് 1 മിനിറ്റ് വേർക്കുന്നത്. ദിവസവും I am doing good. What you had today? Veg സാപ്പാട്. മീൽസ് ஓகே. காவ்யா பிரியா எங்கே இருந்து லைவ் பார்த்துட்டு இருக்கிறீங்க? ஊர் சொல்லுங்க. சக்தியில் தமிழ் சூப்பர் ஸ்பீச். தேங்க்யூ சுதாகர். வெஜ் ஃபுட்டு டுடே യൂസൽ ഊണ് കഴിച്ചു ഏട്ടാ. രാജുവേട്ട കഴിച്ചു. ജയേട്ടൻ പോയാ? സ്പെഷ്യൽ ചോദിച്ചതും പോയി. പാണ്ഡ്യൻ യു ഫ്രീ? ഞാൻ വീട്ടമ്മയല്ല, അതുകൊണ്ട് ഫ്രീയാ. ഹാവ് യു സിംഗ് എനി സോങ്? സോങ് പാടുന്ന ഇപ്പം മൂടില്ല. വിജയശ്രീ, ഞാൻ വൈകുന്നേരത്ത് പാടാട്ടോ പാട്ട്. ഇന്നൊരു മൂഡ് ഓഫ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ശരിയാകും. അതുവരേക്കോ ഒന്ന് ക്ഷമിക്കണേ രാജ്. ഷൈജു ഹായ്. വിജയശ്രീ ഹായ്.
ഹായ്, ഭക്ഷണം കഴിച്ചോ? സാബേട്ടാ ഞാൻ കഴിച്ചിട്ടാ വന്നത്. ബേബി പറയൂ നടക്കും മല്ലിക മഞ്ചത്തിൽ വീഴിച്ച് കണക്ക് പണ്ണുന്ന കണ്ണിപ്പൊണ്ണിരിക്കും മാമ. ഭയങ്കര ചൂട്. പാലക്കാട് വന്ന മോളെ? ഇല്ല കേട്ടോ, വന്നിട്ടില്ല, വരണം. ഡ്രസ്സ് കളറ് മാച്ചിങ്. താങ്ക് യു. പ്രദീപ് നമസ്കാരം. വിജയ് ഓക്കെ. അല്ലവാ കില്ലവാ പാട്ടൊക്കെ തരംതിരിച്ചിട്ടാ പാടുന്നത്. എന്നിട്ട് പിന്നെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചു. ഇറ്റ് ഹോട്ട് ദർ. യെസ് ഹോട്ട്. ബ്ലാക്ക് ഓറഞ്ച് ചുടി മിക്സ്ഡ് കളറ് സൂപ്പർ. തമിഴ്നാട് വിളിപ്പുറം. ഓക്കെ സൂപ്പർ. രഘുനന്ദ താങ്ക് യു. വിജയശ്രീ അയ്യപ്പൻ ഹായ്, ഹൗ ആർ യു? ഫൈൻ. പാണ്ഡ്യൻ ഐ കമ്മിങ് ഡൂയിങ്. പിന്നെ എന്താണ്, കുട്ടി ഉറങ്ങി, മോനെ ഉറങ്ങി. ഭാഗ്യം, കുറച്ച് നേരത്തെയാണ് ഉറങ്ങിയത്. അയ്യപ്പൻ ജി എന്താണ് ബിനീഷേട്ട പോയതാരും പറയില്ല ഇല്ലേ? മുടിയൊന്നും മേടിച്ചിട്ടില്ല. ബ്ലാക്ക് ഓറഞ്ച് കളറ് സൂപ്പറാണ്. താങ്ക് യു. മുടിയൊന്നും കെട്ടല, സീവ് കൂടെ ഇല്ല. ഇടിയേ വന്നിട്ട് വരലാന്ന് சொல்லிட்டு ഇരുന്നത് കാര്യമില്ല. ഹായ് ഗഫൂറേട്ടാ. പ്രവീൺ ഹായ്. ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് காஃபி or something? ബ്രേക്ക്ഫാസ്റ്റാ சாப்பிட்டேன். ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് സാப்பிட்டேன், കോഫി സാപ്പിടல, മീൽസ് സാപ്പിട്ടേൻ. എന്താ മോളെ, കാണുമ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ ഓർക്കും. ഓരോ മുഖം ആണല്ലേ? ഓക്കെ ഏട്ടാ രാജേട്ടാ. ഈറ്റൻ വെജ് എന്താണോ ചോദിക്കുന്ന? വെജ് എന്താണ് എന്താ ഫുഡ് കഴിച്ചാണ് ചോദിക്കുന്നത്? സാമ്പാർ അவ்வளோதான். ഹായ് അക്ക. ഓക്കെ. സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, പാട്ടും നെറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാ കറികൾ? അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല കേട്ടാ. ചോറ് സാമ്പാർ തന്നെ. കറികൾ അങ്ങനെ ഐറ്റംസ് ആയിട്ടൊന്നും വെക്കാറില്ല. ഇനിയിപ്പോൾ വെക്കണം ഇനിമേൽ. നല്ല വെയിൽ പുറത്ത്. സൂപ്പർ. വെജ് ഫുഡ് ഈസ് ഹെൽത്തി. യെസ് രാജ്, ഹെൽത്തി ഫുഡ് വെജ് അത് തന്നെയാണ്. പിന്നെ എന്താ ഉണ്ടാക്കുക? പിണങ്ങിയോ ഫ്രണ്ട്സ്? കിഡ്സ് ആർ സ്ലീപ്പിംഗ് ഐ തിങ്ക്. യെസ്, ചിന്ന പയ്യൻ തൂങ്ങുறாங்க. ബാക്കി രണ്ടുപേരും സ്കൂളിൽ പോയി. അങ്ങനെ സ്ലീപ്പിംഗ്. മുരളി ഗുഡ് ആഫ്റ്റർനൂൺ. മുരളിയേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ. വിനായകൻ സ്ലീപ്പിംഗ്. കാണിച്ചു തരണോ? വിനായകനെ കാണാണ്ട് നിങ്ങൾക്ക് ഉറക്കം വരും തോന്നുന്നില്ല. അടച്ചു വെച്ചിട്ടുണ്ടോ? അത് ഉറങ്ങുണ്ടാകും. അതെ ഏട്ടാ. അല്ല ഏട്ടാ, സാരിക്ക് ആകെ 200 രൂപയേ ഉള്ളൂ. പക്ഷെ ബ്ലൗസ് തയ്ക്കാൻ 350 രൂപയാണ്.
എല്ലാം കൂടെ 500 ആയി കേട്ടോ. ഇനിയിപ്പോൾ ആ സാരിക്ക് ബ്ലൗസ് എടുക്കാനൊന്നും പറ്റില്ല. ബിരിയാണി കഴിക്കുമ്പോൾ കുറച്ച് ഇങ്ങ് തരണേ. ഓക്കെ രാജേട്ടാ. പ്രവീൺ ഹായ്. ഓർ നോട്ട് വെജിറ്റേറിയൻ. ഞാൻ വെജിറ്റേറിയൻ ആണ്. പ്യുവറല്ല, എപ്പോഴെങ്കിലൊക്കെ കഴിക്കും. പക്ഷെ എനിക്ക് വെജിനോടാണ് താല്പര്യം. എൻ്റെ കുട്ടി ഉറങ്ങുക, വിഷമുള്ള കുട്ടി ഉറങ്ങുക. ബ്ലൗസ് അല്ല, ഇനിയിപ്പോൾ സാരി തന്നെ എടുക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ഇല്ല. എന്നാലും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ റെഡ്. നഷ്ടമായത് കാര്യമില്ല, എല്ലാം എൻ്റെ തലയെഴുത്ത്. ഇല്ലാണ്ട് എന്ത് പറയണം. എൻജോയ് സ്ലീപ്പിംഗ്. സമയത്രേ 3:20. എന്താണ് ആരും ഒന്നും മിണ്ടാത്ത? ഹലോ ഫ്രണ്ട്സേ, മിണ്ടു. അനീഷേട്ടാ ഹായ്. മുത്തേ സുഖമാണ്? സുഖമായിരിക്കുന്നു ഏട്ടാ, സഹായിക്കുന്നു. പിന്നെ റീൽസ് ഒന്നും ചെയ്തില്ല, ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഹായ് മുത്തേ സുഖമാണ്? സുഖം സുഖം. താമര പൂവുക്കും തന്നിക്കും എണ്ണയ്ക്കും സൺഡേ വന്നതില്ല. എന്താണ് പിന്നെ എന്നിട്ടും മിണ്ടാക്കും? മിണ്ടുന്നില്ല കുട്ടി, മിണ്ടുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. സച്ചിൻ കുമാർ. ആരൊന്നും മിണ്ടുന്നില്ല ഭഗവാനെ. എന്താ ആരും മിണ്ടാത്തത്? ആരില്ലേ ലൈവില്? ഗഫൂറേട്ടനും RC രാജ് ആരൊക്കെ ഉള്ളത്? പിന്നെ ബിനിഷേട്ടന് മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ, വേറെ ആരുമില്ല. കുഞ്ഞിൻ്റെ തല നേരെ വെക്കുക, പാല് പിടലി വേദനിക്കും, തല നേരെ വെക്കുക. അല്ല അവൻ ശരിക്കും കിടക്കും, അങ്ങനെ ഉരുണ്ടുകൊണ്ട് കിടക്കും അവൻ. വണക്കം വണക്കം. ഹായ് തെറിയേട്ടാ. ഹായ് പ്രകാശ്. തെറിയേട്ടൻ എവിടെ പോയതാണ്? ഒരാഴ്ച കാണാനേ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? ரொம்ப பிஸியா இருக்கும் போல இருக்கு சார் ரொம்ப பிஸி போல இருக்குது. ചോറ് കഴിക്കാൻ ഞങ്ങളെ ക്ഷണിക്കുന്നില്ല എന്ന് രഞ്ജിത്ത് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നു. ഗോയിങ് ഫ്രോം ഷോപ്പ്. അപ്പോൾ അയക്കുന്നുണ്ട്, മെസ്സേജ് ഒക്കെ എത്തുന്നില്ല അല്ലേ? മെൻഷൻ ചെയ്ത് ഇടും ഫ്രണ്ട്സ് പ്ലീസ്. ഗോയിങ് ഫ്രോം ഷോപ്പിംഗ്. ഉറങ്ങി പോയിട്ട് എന്താണ്? ഷോപ്പിംഗ് ഒന്നും പോകുന്നില്ല രാജ്, സോറി. ആകെ സങ്കടത്തിലാണ് ഞാൻ. ഡ്രസ് ഈസ് യൂണിക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. ശരി പഴയ ചെറുതാറാ, പക്ഷെ കാണുമ്പോൾ നല്ല ഇതാവുന്നല്ലേ. കുഴപ്പമില്ല, ഇതൊക്കെ ഇട്ട് വെളിയിലൊക്കെ പോവുക. എന്താ അപ്പോൾ നമ്മളൊരു സാധാരണ കുട്ടിയല്ലേ, ഇത് പോവുകയൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്? ആരും ഒന്നും മിണ്ടുന്നില്ല. ചരണം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്.
വെള്ളത്തിലെ പാട്ടല്ലേ കേൾക്കണത്. മിണ്ടുന്നില്ല. അപ്പൊ ശരി, ഞാൻ പോട്ടെന്നാ. മിണ്ടുന്നില്ല. പ്രകാശ ലൈക്ക് ദിസ്. I am shopping tomorrow for Rajasthan, Delhi, Manali trip. ശരി, പോയിട്ട് വാങ്ങ. എൻജോയ്. ഗോവിന്ദ്. വിജയൻ PK നല്ല പാടാന്നോ പാട്ടാന്നോ എന്താന്ന് അറിയില്ല. പറയുന്നത് മനസ്സിലായില്ല. I speak. Please try. You not going on vacation la. എങ്കി മൊമെന്റ് ഏതാ? ഹോം ലൈവ് റീൽസ്. എവിടെയും പോകുന്നില്ല. Why so silent live today? തെരിയില്ല. രാജ്, മദൻ കുമാർ, ആയൻ സ്ലീപ്പിംഗ് ഡാ. എല്ലാരും ഉറങ്ങിയൊന്നൊരു സംശയം. നല്ല ചൂടല്ലേ. ഫുഡൊക്കെ കഴിച്ച് കാണുന്നു ഉറങ്ങിയിട്ടുണ്ട്. അതാണ് ഒന്നും മിണ്ടാത്ത. ഹായ് സിസ്റ്റർ. ഭയങ്കര സൈലന്റ് ആയിട്ടുണ്ട്. പോലീസ് ടോട്ടലി റെഡി. പാലക്കാട് വരുന്നു. വിജയൻ PK. പാലക്കാട് വരുന്നോന്നാണോ? വരുന്നോട് ചോദിക്കുകയാണോ? കഴിച്ച ഹോം സിസ്റ്റർ എന്തോ ചോദിക്കുന്നു. സുഖമാണോന്നായിരിക്കോ? ഫൈൻ ട്ടോ, എനിക്ക് സുഖമാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താ കഴിച്ചതെങ്കിലും പറയേ. എന്താണ് കഴിച്ചത്? ഫുഡ് എന്താണ് ഫുഡ് കഴിച്ചത്? സ്കിൻ ഈസ് ഗ്ലോയിങ്. വാട്ട് ഡു ഫേസ് ആണോ? കോക്കനട്ട് ഓയിൽ മസാജിങ് 1 hour വാഷിംഗ്. പ്ലീസ് ഡോണ്ട് യൂർ ലാംഗ്വേജ് ഡാ. தமிழ்மா? ஓகே மதன். எப்படி இருக்கீங்க மதன்? நல்லா இருக்கிறீங்களா? സാപ്പിട്ടീங்களா? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം രാധേട്ടാ. മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മൈലാഞ്ചി വീട്ടിൻ്റെ അടുത്ത് ചേച്ചി തന്നെ. വീട്ടിൻ്റെ അടുത്ത് ചേച്ചി തന്നെ. ഞാൻ 2 ദിവസം മുൻപേ വന്നിരുന്നു. ഒരാഴ്ച ഒന്നും ആയിട്ടില്ല കേട്ടോ. ശരിയേട്ടാ. റിയലി? സത്യം. പ്രോമിസ്. കഴിച്ചില്ല. നോമ്പാണ്. സോറി, മറന്നുപോയി. ഞാൻ എന്തൊരു പുത്തൂസാണ്. ഗുഡ് മോർണിംഗ് മനസ്സിലി. ഈവനിങ് ഡിന്നർ. അയ്യോ, നമ്മൾ அந்த அளவுக்கெல்லாம் இல்லைங்க ராஜு. നമ്മളൊരു പാവങ്ങളാണ്. റെസ്റ്റോറൻറ്റിൽ പോയി സാപ്പിടുന്നതാ. കാലം കുറച്ചായി പോയി കഴിച്ചിട്ട്. ജെന്നീസ് റെസ്റ്റോറൻറ്റ് ഗോയിങ് ഫോർ ഡിന്നർ. ഏട്ടൻ കഴിക്കായിരിക്കും അല്ലേ ചൈനീസ് പോയിട്ട്? ചൈനീസ് എന്നായിരിക്കും. എന്തോ ആവട്ടെ രാജ്.
അതൊന്ന് ചോദിക്കണമെന്നായിരിക്കും, ഞാൻ പറയണമെന്നായിരിക്കും. വേറെ ലെവല്. എവിടെ സാഹചര്യട്ടൻ പോയിന്നാ തോന്നുന്നത്. ലൈവിലേക്ക് നോക്കാൻ കണ്ണു കാണുന്നില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, പറമ്പിലായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നു ഭക്ഷണം കഴിച്ചിരിക്കുന്നു. അയ്യോ, എന്താ ഏട്ടാ ഇങ്ങനെ പണിയോടെ പണി? അയ്യ. എന്താ ഡിന്നർ കൊടുക്കുമോ എന്ന് ചോദിച്ചത്? എന്താ ഡിന്നർ കൊടുക്കുമോ എന്നാ ചോദിച്ചത്? ആർക്ക്? അവർക്കോ? ഡിന്നർ കൊടുക്കുമോ എന്ന് വന്നാലല്ലേ, വീട്ടിലേക്ക് വന്നാൽ കൊടുക്കാം. ഡിന്നറല്ലേ. ഈറ്റ് ലോങ് ഡ്രൈവ് ആൻഡ് ഇംഗ്ലീഷ് മൂവി സോങ്സ് മൈ ഹോബീസ്. സൂപ്പർ. ലാംഗ്വേജ് ഇഷ്ടമാണ് ഇംഗ്ലീഷ്. പറയാൻ അറിഞ്ഞില്ലെങ്കിലും വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും. ലൈവ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. ഓക്കെ രാജ്, അതുക്കും ரொம்ப താങ്ക്സ്. കുമാർ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, പോട്ടെ? വൈകുന്നേരത്ത് വന്നാലോ? ആർക്കും ഒരു ഉഷാറില്ലെന്ന്. എനിക്ക് പിന്നെ തീരില്ല, കാരണം എൻ്റെ സാരി എടുക്കലില്ല, റീൽസ് ഇല്ല, ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ല. അതൊരു കൃത്യനിഷ്ഠയോടെ ചെയ്തുകൊണ്ട് വന്നതാണ്. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ന്യൂ ഫോട്ടോ എന്ന് പറഞ്ഞ് സ്റ്റോറി പ്ലസ് കിട്ടുന്ന പോലെ പറയൂ. അതിന് കളിയാക്കട്ടെ എന്താ നമുക്കറിയില്ല, അറിയുന്ന പോലെ പറയാം, അത്ര തന്നെ. കളിയാക്കണ്ട കേട്ടോ. അല്ല, ഏട്ടൻ കളിയാക്കില്ല, ആരും കളിയാക്കില്ല. ഏട്ടൻ ആരും കളിയാക്കില്ല, മാക്സിമം ആരും കളിയാക്കില്ല. അറിയില്ലല്ലോ, മലയാളം അറിയില്ല, ഒരു തമിഴ് അല്ല ഇംഗ്ലീഷ്. നല്ല വാസന, മൈലാജിന്റെ ട്രെയിൻ്റെ വാസന ഇട്ടിട്ട് വർഷങ്ങളായി. എത്ര വർഷമായോ? 10 വർഷം, 12, 13, 15, 16 വർഷമൊക്കെ ഉണ്ടാവും തോന്നുന്നു. ദിവസവും കാണുന്നു. ഇന്ന് കണ്ടില്ലല്ലോ. നല്ല മൈലാഞ്ചി ഇട്ടെൻ്റെ അധികം നേരം വെച്ചില്ല കേട്ടാ. അപ്പോൾ എത്ര നേരം വെച്ചറിയോ? ഇതൊരു 10 മിനിറ്റ് വെച്ചു. 10 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂർ വെച്ചതാണെങ്കിൽ, അതെ കേട്ടാ, 1 മണിക്കൂർ വെച്ചതാണെങ്കിൽ നല്ല കളർ ഉണ്ടാവുമായിരുന്നു. എന്നാൽ ശരി, ഞാൻ പോട്ടെ, പറമ്പിൽ പോകണം, കിണർ പണി. അവസാന ഘട്ടത്തിലാണ്. രാത്രി ലൈവിൽ കാണാം. വരുമോ രാത്രി ലൈവില്? മുടിക്ക് മൈലാഞ്ചി ഇടും. അപ്പോൾ ചെമ്പനാവില്ലേ മുടിക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ? മുടി എന്തെങ്കിലുമൊക്കെ, മുടിൻ്റെ താരം പോകണം. അത് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ താരനാണ് അങ്ങനെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ താരം വരുന്നത്? ഇപ്പം മുടി കൊഴിച്ചലും ഉണ്ട്. ആര് ശ്രദ്ധിക്കണം മുടിനെ? ഇപ്പോൾ ലൈവിൽ വരുമ്പോൾ മാത്രം വെറുതെ ഒന്ന് ഒതുക്കുന്നു. ചീവിറ്റും കൂടെ ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അവിടേക്ക് ചീവിറ്റില്ല, അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ചീവിറ്റാണെങ്കിൽ കുഴപ്പമില്ല, ചീവി ഇറക്കാണെങ്കിൽ കുഴപ്പമില്ല. അയ്യോ, ഓടും മുടി കണ്ട. മൈലാഞ്ചിട്ട വളരുന്നാണോ അതോ താരം പോകുക കേട്ടാ? താരം പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. താരം പോകാൻ എന്ത് വഴിയും ചെയ്യും ഞാൻ. സൂപ്പറാണല്ലേ. ഹലോ ഫ്രണ്ട്സ്, എന്താ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാത്ത? എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഫ്രണ്ട്സേ. അതിൻ്റെ 3 എന്ന് ഒന്ന് വിളിക്കുക. അതിൻ്റെ മുന്നേ എന്നെ ഒന്ന് വിളിക്കുക. ഇന്നലത്തെ കാര്യം ചോദിച്ചറിയാനുണ്ട്. ശരി ഏട്ടാ. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ആൾസോ. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, കുറച്ചൊന്നും ഇംഗ്ലീഷിൽ എന്താ പറയാ? എന്തെങ്കിലും ഇരിക്കട്ടെ. മുടി ഇതാണ് നല്ലത്, നാച്ചുറൽ. ചന്ദ്രൻ. അതന്നെ നാച്ചുറൽ, വേറെ ഒന്നും ചെയ്യണ്ട. ഈ താരനൊന്നും ഒഴിവായി കിട്ടാനായി. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നുണ്ടാവില്ല. ഇങ്ങനെ ആക്കുമ്പോ പൊടികള്
ഹരിദാസ് ഗുഡ് മോർണിംഗ്. അനിത പാലക്കാട് ഗുഡ് മോർണിംഗ്. ശരി എന്നാ, ശരി ഏട്ടാ രാധേട്ടാ. എന്താ കഴിച്ചല്ലോ, എന്താ കഴിച്ചെന്ന് പറഞ്ഞില്ല. മോൻ വന്നോ എന്താണ് ഞാൻ ചോദിച്ചിരുന്നു. ഒന്നും അതിന്റെ കാര്യം മിണ്ടുന്നില്ല. മലയാളം ഇസ് ടോട്ടലി ഫോർ മീ. എന്തോ ആയിക്കോട്ടെ, അറിയുന്നത് ഞാൻ വായിക്കുള്ളൂ. രാജ് രാജ് ശരി, അപ്പൊ ഞാൻ പോട്ടെ. ദിനേശ് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ദിനേശ്. പോയിട്ട് പിന്നെ വരാം. പിന്നെയല്ല, വൈകുന്നേരത്ത് വരാം. ഓക്കെ ഫ്രണ്ട്സ്. എത്ര നേരമായി വന്നിട്ട്? അനിത 2 ലൈൻസ് പാടും തമിഴ് പാട്ട്. ഇന്ന പാട്ട് ഇന്ന പാട്ട് പാടില്ല, തമിഴ് പാട്ട്. അതൊരു ലൈൻ മാത്രമേ അറിയുള്ളൂ. വേറെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ പേര് சொல்லும் റോസാപ്പൂ മതിയാ. ഉറക്കം വരുന്നോ? ഇല്ല, ഉറക്കമൊന്നും വരുന്നില്ല. ഉറക്കം വരില്ല, എനിക്ക് ടെൻഷനാണ്, അതുകൊണ്ടൊന്നും ഉറക്കം വരില്ല. എവിടെ പോയോ? ഇന്ന് ചോറ് പാർസൽ വാങ്ങി കഴിച്ചു. മകൻ വന്നതിൻ്റെ ഞാൻ തന്നില്ലേ സിഗ്നല്? ഞാൻ തന്നില്ലേ? രാവിലെ 5 മണിക്കാണ് എത്തിയത്. ഓക്കെ, 46 മിനിറ്റ് ആയുള്ളൂ അല്ലേ? യു ഫേവറേറ്റ് ജ്യൂസ് വാട്ടർ മെലൺ ഇഷ്ടമാണ്. അതുക്കപ്പുറം വേറെന്താ ജ്യൂസ് ഇഷ്ടം? ആപ്പിൾ ജ്യൂസ് ഇഷ്ടം. ആപ്പിൾ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ചില്ലെന്ന്, അതിഷ്ടം. പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഇഷ്ടമാണ്. ക്യാരറ്റ് വെജിറ്റബിൾസ്. അപ്പുറം ABCD ജ്യൂസ് ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്നും ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടേ അല്ലേ? തിരക്കിലാണ്, സോറി. കുഴപ്പമില്ല ഏട്ടാ ബിനിഷേട്ടാ. പിന്നെന്താണ്? പിന്നെന്താ? ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്. ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമാണ്. ഓറഞ്ച് ജ്യൂസ്, ഇതൊക്കെ ഫ്രൂട്ട്സുകളൊന്നും നമ്മൾ ജ്യൂസ് ഇട്ട് അടിച്ച് കഴിക്കാൻ പാടില്ല. ആക്ച്വലി അതെല്ലാം അവിടെ എടുത്ത് സാപ്പിടണം. ജ്യൂസ് അടിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ പോകും. അതിൻ്റെ നല്ല ഉള്ളതൊക്കെ പോകും. അങ്ങനെയാണ്. എല്ലാം കഴുകുക, മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ടിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ അത് എടുത്തിട്ട് കഴിക്കുക. അല്ലാതെ ജ്യൂസ് അടിച്ചാലൊന്നും നടക്കില്ല. എന്താണെങ്കിലും ജ്യൂസ് അടിക്കാണ്ടാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കില്ല. ഞാൻ ഇപ്പോൾ വാട്ടർ മെലനാണെങ്കിലും ശരി, എന്താണെങ്കിലും പീസായി കട്ട് ചെയ്യും, കഴിക്കും. മഹാരാഷ്ട്ര அப்படிங்களா? ഷാർജ ജ്യൂസ് ഇഷ്ടമാണോ? അതെന്ത് ജ്യൂസാണ്? അത് ഞാൻ കുടിച്ചിട്ടില്ല. ബിഗ് പുരിയില്ല രാജ് എന്ന് പറഞ്ഞു തരും ബിനിഷേട്ടാ. രാജ് പറയണത് അങ്ങനെ കുറേ ജ്യൂസൊക്കെ ഇഷ്ടമാണ്. വെളിയിൽ പോയാൽ മാത്രമേ ഞാനത് ലെമൺ ജ്യൂസ് കുടിക്കുള്ളൂ. വെളിയിൽ പോയാൽ അത് കുടിക്കുന്നത് വേസ്റ്റാണ്.
ഇത് വെജിറ്റബിൾസ് അല്ല സോറി, ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നേരം എടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാ കാശ് കളയണം? 50-60 രൂപയൊക്കെ, ചിലപ്പോൾ 80 രൂപ വരെ ഉണ്ട്. ആപ്പിൾ ജ്യൂസിനൊക്കെ 80 രൂപയാണ്. അപ്പോൾ ഒന്ന് ഞാൻ ശരിയാകാം. ഞാൻ ലെമൺ ജ്യൂസ് കുടിക്കും. അതെന്തായാലും പിഴിഞ്ഞിട്ട് വേണം ജ്യൂസ് കുടിക്കാൻ. എല്ലാ ജ്യൂസുകളും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതന്നെ കേട്ടാ, എല്ലാ ജ്യൂസും ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം അതാണ്. അടിപൊളിയാണ്. സൂപ്പർ, താങ്ക് യു പ്രതിഭ. അല്ല, ഞാൻ പുറത്ത് പോയാൽ ജ്യൂസ് കുടിക്കില്ല പറഞ്ഞാണ്. നാരങ്ങ വെള്ളം കുടിക്കും. ശരി, പോട്ടെ. ഞാൻ മെല്ലെ പോയിട്ട് റീൽസ് ഒന്നും ചെയ്തിട്ടില്ല, വല്ലതൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് എങ്ങനെ വെയിൽ വേറെ, വെയിലത്ത് പോകാനും വയ്യ. ഈ ഫുഡ് ഡിലീറ്റ് பண்ணிட்டேன். காத்திருந்து காத்திருந்து காலம் நாட்டும் படி. ശരി ഫ്രണ്ട്സ്, പോട്ടെ. അതിനകത്ത് കാണാം. ഇനിയിപ്പോൾ 1 മണിക്കൂറായാലും എനിക്ക് വയ്യ. മൈനസിൽ പോട്ടെ, ഒന്നും കുഴപ്പമില്ല. വന്നിരിക്കുന്നുണ്ടല്ലോ, ആരും മിണ്ടുന്നില്ല. അതാണിപ്പം. അടിപൊളിയാണ്, സൂപ്പർ. ഫേസ്ബുക്ക് പാല് കട്ടിയാക്കി പഴമൊക്കെ ഇട്ടുള്ള ജ്യൂസ്. സ്വീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് യു വിൽ ടേക്ക് ടേസ്റ്റി വിച്ച് എന്താന്ന് പറയണത് ഒന്നും പുരിയലേ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മിനിഷ്ട ഒന്നും പറഞ്ഞു കേട്ടാ. ഇത് കാണുന്നില്ലടാ കുട്ടിയെ, ഒന്നും കാണുന്നില്ല കേട്ടാ. എന്ത് മെസ്സേജ് അയച്ചു വിട്ട് പറയും ജയേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചാ? ഭക്ഷണം ഒക്കെ കഴിച്ചോ? ഹലോ, പാലക്കാട്ട് പൊണ്ട് അമ്പലമൂല കണ്ണ്. രാധേട്ടൻ്റെ മകൻ വന്നു. മുംബൈ ഫേമസ് ഫോർ ഫുഡ് ടേസ്റ്റ്, ഡിഫറെൻറ്റ് ഫുഡ് ടേസ്റ്റ്. ഓ ശരി. എന്നാൽ പിന്നെ മുംബൈയിൽ പാർസൽ ഇങ്ങോട്ട് അയക്കും. നോക്കട്ടെ ഒരാഴ്ച. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും അതൊക്കെ കേട് വന്ന് വേസ്റ്റ് ബോക്സിൽ തന്നെ ഇടണം. അപ്പം എന്തിനാണ് പോട്ടെ? എന്നാലും എൻ്റെ ബോക്സ് പോയില്ലേ പറയും. ഇത്ര കഷ്ടപ്പെട്ടു. ഡെലീഷ്യസ് പറഞ്ഞാൽ എന്താണ്? വണക്കം, പ്രതീക്ഷ വണക്കം. ഞാൻ കഴിച്ചു. ഓക്കെ. ഫുഡ് ഈസ് ആൾസോ ടേസ്റ്റി. സൗത്ത് ഇന്ത്യൻ ഫുഡ്. സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ലേ? ഓക്കെ. 53. ശരി, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കാം. 5 മിനിറ്റ്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. ഞാൻ പറയാമില്ല. വി ഈ തമിഴ് ആൻഡ് മലയാളം ഫുഡ് ഇൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ തമിഴ്നാട്ടിൽ എന്താ ഫുഡ് ഞാൻ പറയട്ടെ. പൊങ്കൽ, ഇഡ്ഡലി,
അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഹോട്ടലിൽ കേട്ടോ, മലയാളം. അവിടെ പുട്ട് കടല, കേരളം പുട്ട് കടലൊക്കെ സൂപ്പറായിരിക്കും. അർജ ജ്യൂസ് മാത്രമല്ല, മിൽക്ക് ജ്യൂസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ടുഡേ ഇൻ ഔട്ട്സൈഡ് ലൈവ് വൈ? ഞാൻ ആകുന്ന മൂഡ് ഓഫാ. സാരിയൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു, നടന്നില്ല. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ, വെളിയിലൊന്നും പോയില്ല. നെക്സ്റ്റ് നാളെ ആകട്ടെ, നാളേക്ക് പോകാം. രാജ് എന്താണ് ഫുഡ് കഴിച്ചത്? രാജ് ഹാഡ് യുവർ ലഞ്ച് വാട്ടെന്നാണ് ചോദിക്കുക. എന്താണ് കഴിച്ചത് ചോദിക്കാൻ. എന്താ ഇംഗ്ലീഷിലൊക്കെ കുറച്ച് പഠിക്കണം തോന്നുന്നത്. ഒരു ഇംഗ്ലീഷ് ബുക്ക് ഇവിടെ ഉണ്ട്, ഞാൻ അത് വാങ്ങി ഇവിടെ വെക്കാം കേട്ടോ, ചോദിക്കാം. എന്നിട്ട് ഐ ഹാപ്പി യുവർ കോൾ ഈസ് ഗുഡ്. യുവർ കോൾ ഈസ് ആണോ? ഓക്കെ രാജ്, ഓക്കെ. ഒരു ഡിക്ഷണറി ഉണ്ട് ഇവിടെ, ഡിക്ഷണറി എടുത്ത് ഇങ്ങനെ വെച്ചിക്കളാം. അപ്പം നിങ്ങൾ എന്ത് പറയുന്നു പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് സ്പീച്ച്. ടുഡേ യു നോ വർക്ക് രാജ്? നോ വർക്ക് രാജ്? സാധനമായിട്ട് ചോദിക്കുന്നു. ടുഡേ യു നോ വർക്ക് രാജ്? വട്ടം പാത്തേ മുത്തേ. ராஜ் ப்ரொஃபைல் ஃபோட்டோ இதுதான் அழகாக இருக்குதுங்க. சரிங்களா, இப்படியே வச்சுக்கோங்க, மாற்றாதீங்க, இதுதான் நல்லா இருக்குது. நல்லா ஐ ஈட்டு ரொட்டி டால் ரைஸ் இன் லஞ்ச். சூப்பர். ഞാൻ റൊട്ടി. നൈറ്റ് സാരി കൊടുക്കണം, എങ്കിൽ എപ്പോഴാണ് കൊടുക്കാൻ തുടങ്ങിയിരിക്കും? അയ്യോ കൂടി പോയേട്ടാ. എന്നാലും സാരി ആകെ 6 സാരി 5 സാരിയല്ലേ വെച്ചിട്ടുള്ളൂ. അല്ല 6 അല്ല 8. അത് ഒന്ന് നഷ്ടമായി എന്ന് പറയുമ്പോൾ വിഷമം. My office is work for home. Time manager in software company. സഞ്ജയ് സൂപ്പർ 10. ഓക്കെ രാജ്, നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ലിജു ചേട്ടാ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നു. കൊള്ളാലോ, നോക്കട്ടെ കേട്ടോ. ഓക്കെ സൂപ്പർ. അപ്പം ശരി, എന്നാൽ ഞാൻ പോകട്ടെ. ആയില്ലേ, സമയമായില്ലേ ഫ്രണ്ട്സ്? വൈകുന്നേരത്ത് വരാം കേട്ടോ. ടാറ്റ. ആയില്ലേ സമയം? ആരും ഒന്നും മിണ്ടുന്നില്ല. കണ്ടു കടൽ കണ്ടിട്ട് എത്ര നാളായി, എത്ര നാളായി. My office is Pune, Bangalore and Mumbai. Okay. பெங்களூரும் கூட கொஞ்சம் பக்கமாக இருக்கும் போல இருக்கு. லாஸ்ட் சாங் ஆஃப் லைவ் பாடிட்டேன், போதுங்க. நீ வையா நைட்டு லைவில் வரும்போது பாடிக்கலாங்க, சரிங்களா? ഓക്കെ ടാറ്റാ. പോകുന്നു. ശരി.
റിക്വസ്റ്റ് മാഡം റിക്വസ്റ്റ് മാഡം എന്താ പറയണേ പുരിയില്ലേ രാജ്. ശരി എന്നാ പിന്നെ പോകുന്നു കേട്ടോ, അതിനകത്ത് വരാവേ. എന്താണ് പറയേ, ലൈവിൽ ആരും ഇല്ലേ? സിംഗ് യുവർ ഫേവറേറ്റ് സോങ്. என்ன സോങ് പാടുறது? പാട്ടൊന്നും വരില്ല. ചിരിക്കുമ്പോൾ തങ്ങ് അത് വേണ്ട. അയ്യോ പാട്ടറിയുന്നില്ല. വേറെ ഏതോ പാട്ട്. ഈ ചൂട് സമയത്ത് ഒരു ചായ കുടിക്കാൻ പോകുന്നുണ്ടോ? അയ്യേ സാരിയേട്ടാ, അങ്ങനെ നമ്മള് അതിൻ്റെതായിട്ടുള്ള ഒരു ബഹുമാനം നമുക്ക് കൊടുക്കണ്ട. അത് അവിടെയാണ് പാടണോ അവിടെയായിരിക്കണം പാടുക. സ്കൂളിലോ അല്ലെങ്കിൽ അങ്ങനെ കുറെ അതിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി അപ്പോൾ പോകുന്നു. ഇനി വയ്യ, വൈകുന്നേരത്ത് വരാവേ. ആക്ച്വലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സെയിങ്. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ലെറ്റർ വേൾഡ്. ஓகே ராஜ், ட்ரை பண்ணுறாங்க. ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റ കേട്ടോ. അതിനകത്ത് വരാം, പോകുന്നു. ഓക്കെ.